ഹായ് ഹലോ, എത്രയും സ്നേഹം നിറഞ്ഞവര്. നമ്മളിപ്പോൾ ഉള്ളതൊരു പാർക്കിലാണ്. ഒരു സിറ്റിയിലെയോ ഒരു ടൗണിലെയോ പാർക്കൊന്നല്ല, ഇത് എൻ്റെ സ്വന്തം നാടായ ഞങ്ങളുടെ അരുവത്തൂരിലെ ഒരു പാർക്കാണിത്. ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്, ഇപ്പോഴാണ് ഇതൊരു ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഒത്തിരി സന്തോഷം, വളരെ മനോഹരമായിട്ട് ചെയ്തൊരു പാർക്ക്. അപ്പം ഞാൻ ഒരു വീട്ടിൽ വന്നപ്പോൾ ഞാനും അമ്മയും പിന്നെ ഞങ്ങളുടെ വീടിനപ്പുറത്ത് 4 കുട്ടികളുണ്ട്. അതിനകത്ത് 3 കുട്ടികൾ വന്നിട്ടുള്ളൂ. ഇവരാണ് നന്ദു. ശരിക്കും ഇവർ ഞങ്ങളുടെ സ്വന്തം അനിയന്മാരെ പോലെയാണ് ഞങ്ങൾക്ക്. പ്രത്യേകിച്ച് അമ്മച്ചിക്കൊക്കെ ഭയങ്കര കൂട്ടുവരാണ്. കണ്ട നന്ദുവിൻ്റെ പ്രകടനങ്ങൾ കണ്ട അയ്യോ നമുക്ക് പേടിയാവും കണ്ടു കഴിഞ്ഞാൽ. എൻ്റെ അമ്മേ, നമുക്ക് ഓരോ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പാർക്കിലുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ കളിച്ച് ചിരിച്ച് നമുക്ക് വ്യായാമം ചെയ്യാൻ പറ്റും. ഇതാണ് അപ്പു ചെയ്യണ കണ്ട, നമുക്ക് സൈഡിലേക്ക് ഇങ്ങനെ പോയി ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഇതാണ് നമ്മുടെ സുഡു. അവനിങ്ങനെ നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചിട്ടാണ് ഇതിനകത്ത് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുക. അപ്പം നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ പാർക്കിൽ വന്ന് കളിച്ചും ചിരിച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. ഇത് ഞാനും നന്ദും കൂടി ചെയ്യുന്നതാണ്. എനിക്ക് ടെൻഷൻ എന്ന് വെച്ചാൽ ചക്കര അപ്പുറത്തേക്ക് തെറിച്ചു പോകുന്നത്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാനും നന്ദു ഒരുമിച്ച് കുറച്ച് നേരം ആ സാധനത്തിലൊക്കെ ഇങ്ങനെ കളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നന്ദു എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് നന്ദുവിൻ്റെ കുറച്ച് പ്രകടനങ്ങൾ കാണിച്ചതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എനിക്ക് പക്ഷെ കണ്ടപ്പോൾ പേടിയായി. ചെക്കൻ എന്നെ അടിപൊളിയായിട്ട് അത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരും. നമ്മൾ ഓടിച്ചാട് നടന്നതൊക്കെ ഇപ്പോൾ നമുക്കൊന്നും അങ്ങനെ പറ്റില്ലല്ലോ. അതാണ് ഇവൻ അടിപൊളിയായിട്ടോ, ഇവർ രക്ഷയില്ല. നമുക്ക് കാണുമ്പോൾ കുറച്ച് പേടിയൊക്കെ അവിടെ. അവൻ്റെ അടുത്ത പ്രകടനം ഇതാണ്ട പിടിച്ച് കയറി. ഇപ്പം അയ്യോ നമുക്കിങ്ങനെ കണ്ടിരിക്കുമ്പോൾ തന്നെ കൊച്ചു കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്നും അനുകരിക്കരുതിട്ട് ആരും പ്ലീസ്. അതൊക്കെ നമുക്ക് ചെറുതായിട്ടുള്ള പിള്ളേരുടെ ഓരോ കാര്യങ്ങളാണ്. നമുക്കറിയില്ല എപ്പോഴും അപകടം. ഞാൻ അടുത്ത് പറഞ്ഞു കേട്ടോ, അവിടെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നൊക്കെ. കാരണം നമുക്ക് പറയാൻ പറ്റില്ലേ. പിന്നെ പക്ഷെ അവൻ ഭയങ്കര എല്ലാ ദിവസവും വന്ന് ഇവന് നല്ല പ്രാക്ടീസ് ആയിട്ടുണ്ട് കേട്ടോ. അതാണ് വേറെ കാര്യം. ഇത് അവിടുത്തെ നന്ദുവിൻ്റെ അടുത്ത് ഊഞ്ഞാലാട്ടം നോക്കി. എൻ്റെ അമ്മ ഊഞ്ഞാലാണവൻ. അയ്യോ രക്ഷയില്ല. നമുക്ക് കാണുമ്പോൾ പേടി. ഞാൻ പറഞ്ഞാ മതി നിർത്തണ്ടായിരുന്നില്ല. ഇതാണത് ഞാൻ കുറെ നേരം നോക്കണത്. ഒരു കാല് ഫ്രണ്ടിലേക്ക് മറ്റേ കാല് ബാക്കോട്ടും പറയണം. ഞാൻ അത് കുറെ നേരം ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു, പക്ഷെ പറ്റത്തില്ല. അയ്യോ ഇതെന്താ പറ്റാത്ത. നമുക്കിങ്ങനെ ആ ഒരു ടൂണിലേക്ക് വരുന്നില്ല. അത് സാധനം നമ്മുടെ അതായത് 2 കാലം ഒരുമിച്ച് പോവാ. ഒരു കാലം കിട്ടി ഇപ്പോഴാണ് റെഡി ആയത്. അത് വന്ന് ഓക്കെ. അപ്പം ഇതാണ് ഇങ്ങനെ ഒരുപാട് എക്സസൈസുകളൊക്കെ ചെയ്ത് നമുക്കിങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റും. നന്ദുവിൻ്റെ അടുത്തത് കണ്ട അവന് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടേ ഇരുന്നിട്ട് ചെയ്യണത്. നന്ദും സുഡും അപ്പം പിന്നെ ഒരാളോട് ഉണ്ട് കൃഷ്ണൻ. അവന് വയ്യാത്തതുകൊണ്ട് അവൻ വന്നില്ല. അപ്പോൾ വളരെ രസമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അരുവത്തൂർ പാർക്ക് നിങ്ങൾ ഈ വഴി പോകേണ്ടൊക്കെ വന്നോളൂ. പിന്നെ ഇവിടെ ചെറിയ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കും. അത്യാവശ്യം നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അരുവത്തൂർ പാർക്കിലേക്ക് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.